മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കൊട്ടയൊക്കെയായിട്ട് പരിപാടി എന്നല്ലേ, എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അത് പറിക്കാം. പഴുത്തതാണ്, കുറച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതെങ്ങനെ പൊട്ടിക്കുക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ തോട്ടത്തിൽ ഇപ്രാവശ്യം കൂടുതലായിട്ട് ഉള്ള വിളവെടുപ്പാണ്. ആദ്യമൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ഒന്നൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഇന്ന് ഇത്തിരി അധികം പറിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് പറിക്കാനായിട്ട് പോവാം. ഇതൊരു കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പറിക്കാൻ പോവാം. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം കായ നല്ല വലിപ്പമുണ്ട്. ഇത് മലേഷ്യൻ ഡ്രാഗൺ എന്ന് പറയുന്ന ഇനത്തിൽ പെട്ട ഒരു ഫ്രൂട്ടാണ്, ഒരു ഡ്രാഗണാണ്. അപ്പം ഇതിപ്പം ഇത്തിരി കൂടി ഒന്നും ആവണം. പറിച്ചു വെക്കാം, പറിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ പഴുക്കും. പക്ഷെ ചെടിയിൽ തന്നെ നിന്നോട്ടേ എന്ന് വിചാരിച്ചാൽ ഇതിപ്പം നമുക്ക് ലാസ്റ്റ് പറിക്കാം. നല്ല പഴുത്തത് ആദ്യം നമുക്ക് പറിച്ചെടുക്കാം. ഇനി നന്നായിട്ട് പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ പൂക്കൾ അളിഞ്ഞു പോയിട്ടുണ്ട്. ഈ മഴ നന്നായി നിൽക്കുന്ന സമയമല്ലേ ഇപ്പോൾ, അത് കാരണമാണെന്ന് തോന്നുന്നു മൊട്ടുകൾ നന്നായിട്ട് അളിഞ്ഞു പോകുന്നുണ്ട്. അതിന്ന് രക്ഷപ്പെട്ടിട്ട് വരുന്ന ഫ്ലവറാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് പറിക്കാം. ഇത് ചെറുത് കുഞ്ഞിതാണ്. അത് ഈ ചെറുതാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷൻ നമുക്ക് ചിലതിലൊന്നും നമുക്ക് ചില സമയത്ത് സമയം കിട്ടാത്ത സമയം, ഒന്നിച്ച് പൂക്കളുള്ള സമയത്ത് സമയം കിട്ടാതെ പോളിനേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പോളിനേഷൻ നന്നായി കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഡ്രാഗണൊക്കെ അത്യാവശ്യം നന്നായി വലിപ്പം വരുന്നുണ്ട്. മലേഷ്യൻ ഡ്രാഗൺ നമ്മളെ പോളിനേഷൻ 2 ഫ്ലവർ ആദ്യം വരുന്നത്, ആദ്യം നമ്മൾ പോളിനേഷൻ ചെയ്ത് കൊടുത്തത്. അതിൻ്റെ വ്യത്യാസം അതിൽ ആ കായകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പറിക്കാം. അപ്പം ഇന്ന് പഴുത്തത് മൊത്തം നമ്മൾ പറിക്കുകയാണ്. ചെറുതും വലുതൊക്കെ പൊട്ടിക്കുകയാണ്. ഇതിൽ നിന്ന് കഴിഞ്ഞാൽ മഴ കാരണേ ചെറുതായിട്ട് കേട് വരുന്നുണ്ട്. മഴ പെയ്യൽ തുടങ്ങിട്ടോ, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. കണ്ടില്ലേ, പൊട്ടിക്കാൻ ലേറ്റ് ആയ കാരണം ചെറിയ കേട് വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പോയിട്ട് കുട എടുത്ത് വന്നാട്ടോ, നല്ല മഴ പെയ്തു കുറച്ച് കഴിയുമ്പോഴത്തേനും. അപ്പോൾ കണ്ടില്ലേ, ഒരു കൊട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ കുറച്ച് സ്ഥലത്ത് കണ്ടില്ലേ, ഓണത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലേ കുറച്ച് ചെണ്ടുമല്ലി നമ്മൾ വെച്ചിട്ടുണ്ട്. 2 കളറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 100ഓളം തൈ വെച്ചിട്ടുണ്ട്. ഈ ഡ്രാഗണിൻ്റെ ഇടയിൽ കൂടി കുറച്ച് സ്ഥലം പോലും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ ചെണ്ടുമല്ലി, അതേപോലെ ഇതൊരു സുമോ ഇനത്തിൽ പെട്ട ഒരു കപ്പയാണ്, സുമോ കപ്പ എന്ന് പറയും. അത് നല്ല വെയിറ്റ് വരും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല വേവും. പെട്ടെന്നൊന്നും നീല നിറം പായ അങ്ങനെയുള്ള സംഭവമൊന്നും ഉണ്ടാവില്ല. ഒരു ചുവടിൽ നന്നായി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 to 50 കിലോ വരെയൊക്കെ കിഴങ്ങ് പിടിക്കുന്ന ഒരു കപ്പയാണത്. പിന്നെ ഇത് ഷുഗർ ഫ്രീ പറഞ്ഞ ഇനത്തിൽ പെട്ട ഒരു കപ്പയാണ്. ഷുഗർ ഉള്ളവർക്കും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ഭംഗിയും കൂടെ കാണാൻ കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. മറ്റേ കളർ ചെടി നിൽക്കും പോലെയൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ പച്ചക്ക് കഴിക്കുകയാണെങ്കിലും കേട്ടോ, നല്ല ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ട് കുത്തിയിട്ട് സെക്കൻഡ് വരുന്നതാണ് ഇത്. പൂളയുടെ അത് കഴിഞ്ഞു. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പയറും കുറച്ച് വെണ്ടി ഇട്ടിട്ടുണ്ട്. മഴ കാരണം പ്രാവശ്യം ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ, വലിയ രീതിയിലാണ് വന്നിട്ടില്ല മഴ കാരണം. ശരിയായതിപ്പോൾ പൂള, അത്യാവശ്യം ഡ്രാഗൺ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ തിരുവാതിരയ്ക്ക് കൂടുതലൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞ വർഷം കുറച്ച് കിട്ടി. ഇപ്രാവശ്യം പൂവ ഈ ഒരു തൈ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവ എന്താ പറയുക, തിരുവാതിരയ്ക്ക് മരുന്നിന്, പിന്നെ അതുപോലെ നല്ല മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളൊരു സാധനമാണിത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്നും പറയാം. പിന്നെ നമ്മുടെ ഇത് ചേമ്പ്
ചേന കണ്ടോ, ചേന വെച്ചിട്ടുണ്ട്, നമ്മൾ ചേമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ അത് വേറെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് സ്ഥലത്ത് ഇത്തിരി കുറച്ച് കൂടുതലായിട്ട് ചേന നമ്മൾ ഓണത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ ഓണത്തിന് എടുക്കാം എന്നുള്ള രീതിയിൽ ചേന ഇത്തിരി കൂടുതൽ ഒരു 50-60 ചുമട് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്കിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യല്ലേ, ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഡ്രാഗൺ കട്ട് ചെയ്യാം കേട്ടോ. ചേട്ടാ അതിങ്ങനെ ഇതാക്കുക. മധുരണ്ടാവും നോക്കണ്ടേ, മഴ കാരണം ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമോ, ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പൊന്നു വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ അവൾക്കും ഒരു പീസ് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവും നോക്കട്ടെ. നോക്കട്ടെ അല്ലേ, ഇതിങ്ങനെ നമ്മൾ പഴം തൊലിക്കും പോലെ തൊലിച്ചെടുക്കുക അല്ലേ, ഇങ്ങനെ പോകുന്നു കിട്ടും. ഒന്നും അതിൽ പറ്റി പിടിച്ചിരിക്കൊന്നുമില്ല. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. നല്ല മധുരം കിട്ടോ, വെറുതെ ഒന്നും പറയല്ല. അത് പഞ്ചസാര വായിലിട്ട പോലെയുള്ള മധുരമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിപ്പോൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ മധുരം ഇല്ലയെന്ന് ആൾക്കാർ പറയാറുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ ഓൾറെഡി നമ്മളേക്കുള്ള ഫാമിലുള്ള വളം ചാണകപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി രീതി. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം അങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ടാണ്, ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്തായാലും പഞ്ചസാര ഇട്ട പോലുള്ള മധുരം ഇല്ലെങ്കിലും കഴിക്കാൻ നല്ലതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കളറ് കണ്ടോ, ഇതിൻ്റെ കളറ് നാച്ചുറൽ കളറാണ്. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫൈബർ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ്. നാരുകൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു 2 ചമ്പ് ഇതിൻ്റെ തണ്ടാണ് നമ്മൾ വെക്കുക. കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ് നമ്മൾ കാലിൽ കയറ്റി കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. ഇതിൽ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കൊറിയറായിട്ടായാലും ചെയ്ത് കൊടുക്കും. കൊറിയറും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വീട്ടിൽ ഒരു ഡ്രമ്മിലായാലും, നമുക്കിപ്പോൾ സ്ഥലം കൂടുതൽ വേണമെന്നൊന്നുമില്ല, ഡ്രമ്മിൽ വെച്ചിട്ടും നന്നായി കായ്ക്കുന്നുണ്ട് ഇത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ല ഫ്രൂട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്നല്ല, ഡ്രാഗണിൻ്റെ പ്ലാന്റ്സ് എല്ലായിടത്തും കിട്ടും. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ ഒരു 1-2 തൈ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ശീലം എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.